ആഫ്രിക്കയിലേക്ക് എൻ്റെ കൂടെ യാത്ര ചെയ്തത് 40 പേരടങ്ങിയ ഒരു സംഘമാണ്. ഈ 40 പേരടങ്ങിയ സംഘം ആഫ്രിക്കയിലെ 5 രാജ്യങ്ങളിലേക്ക് 12 ദിവസത്തെ ഒരു ടൂറിന് വേണ്ടി എൻ്റെ കൂടെ പുറപ്പെടുമ്പോൾ അവരിൽ ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ, ഇങ്ങനെ എൻ്റെ ചില കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും കാശ് മുടക്കിയിട്ട് ഈ ആഫ്രിക്കയിൽ എന്ത് കാണാൻ പോകുന്നു, ആ പൈസ ഉണ്ടെങ്കിൽ യൂറോപ്പിൽ പോയിക്കൂടെ എന്ന്. അപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊരു ഡിഫറൻ്റായ എക്സ്പീരിയൻസ് ആയിരിക്കും, നിങ്ങൾ ആഫ്രിക്ക എന്താണെന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിയും. ആഫ്രിക്കയിലെ യോഹാനസ്ബർഗിലും കേപ്പ് ടൗണിലും എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് ഒന്ന് ഒത്തുചേരുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ എടുത്ത ഫോട്ടോസും വീഡിയോസും ഞങ്ങളുടെ ഈ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ യൂറോപ്പിലാണോ ആഫ്രിക്കയിലാണോ എത്തിയതെന്ന് അവർ അത്ഭുതം കൊള്ളുകയാണ്. ആഫ്രിക്ക ഇത്രയേറെ മാറ്റങ്ങൾക്ക് വിധേയമായോ? നമ്മുടെ ഈ നാടിനേക്കാളൊക്കെ എത്രയോ ഉയരത്തിലേക്ക്, അല്ലെങ്കിൽ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളുടെയും, റുവാണ്ടയുടെ, സൗത്ത് ആഫ്രിക്കയുടെ ഒക്കെ ഒരു നിലവാരത്തിലേക്ക് കേരളം എത്തണമെങ്കിൽ എത്ര പതിറ്റാണ്ട് കാത്തിരിക്കണമെന്ന അത്ഭുതപ്പെടുത്തുന്ന, അതിശയപ്പെടുത്തുന്ന റിപ്ലൈ ആണ് പലർക്കും കിട്ടിയത്.